Hi friends, welcome to my YouTube channel H Media. Master in Photoshop in the 5th part ആണിത്. ഫോട്ടോ എഡിറ്റിങ്ങിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഈ ഒരു ഫോട്ടോ ആണ് ഞാനിവിടെ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ ഈ ഒരു ഫോട്ടോയിൽ ഇതുപോലെ ഈ ഒരു ഡോട്ട്സ് കാണാൻ സാധിക്കും. ഇതുപോലെയുള്ള മുഖത്തെ പാടുകളൊക്കെ നമുക്ക് കളയാൻ വേണ്ടി നമുക്ക് എങ്ങനെ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു പാടുകളൊക്കെ കളയാൻ വേണ്ടി ഞാൻ ഈ ഒരു ഫേസ് ആണ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്യുന്നതിനായി ഏത് ടൂൾ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ക്വിക്ക് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഫേസിനെ സെലക്ട് ചെയ്യാണ്. നമുക്കിതുപോലെ ഈ ഒരു ടൂൾ എടുത്ത ശേഷം നമുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു സെലക്ഷൻ ആഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്ക് ഈ ഒരു സെലക്ഷൻ ബ്രഷിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനായി നമുക്ക് ഈ ഒരു എൻഡ് ബ്രാക്കറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ സെലക്ഷൻ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം കീബോർഡിൽ Ctrl+J പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സെലക്ഷൻ ചെയ്ത ഏരിയ നമുക്കൊരു ലെയറായി കിട്ടുന്നതാണ്. നമുക്കിതുപോലെ ഈ ഒരു ഫേസിനെ ഒരു ലെയറായി കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്കിതിലൊരു മാസ്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഐബ്രോസ്, ലിപ്സ് തുടങ്ങിയ ഏരിയ നമുക്കിതിൽ നിന്ന് മാസ്ക് ചെയ്യാം. അതിനായി ഞാൻ ഈ ഒരു ലെയറിൽ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തൊരു മാസ്ക് ആഡ് ചെയ്യണം. ഇനി നമുക്ക് ഫോർഗ്രൗണ്ട് കളറിൽ ബ്ലാക്ക് കളർ ആഡ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ ഇതുപോലെ മാസ്ക് ചെയ്യാം. ഈ ഒരു ഫേസിൽ ഷാർപ്പായി ഇരിക്കേണ്ട ഭാഗങ്ങൾ നമുക്കിതുപോലെ മാസ്ക് ചെയ്ത് മാറ്റാവുന്നതാണ്. നമുക്കിതുപോലെ ഈസിയായി മാസ്കിങ് ചെയ്യാവുന്നതാണ് ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട്. മാസ്കിങ്ങിനെ കുറിച്ച് എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. നമുക്ക് മെയിനായി ഈ കാണുന്ന ഈ ഒരു ഡോട്ട്സുകളാണ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കി ആവശ്യമില്ലാത്ത ഏരിയാസ് നമുക്ക് ഇതുപോലെ മാസ്ക് ചെയ്ത് കളയാവുന്നതാണ്. ഹെയറിൻ്റെ ഈ ഒരു ഏരിയ ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാം. നമ്മൾ ഈ ഒരു സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇതുപോലെ മാസ്കിങ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ എഡ്ജസ് ഒക്കെ വളരെ സോഫ്റ്റായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ലെയർ നമുക്ക് നമ്മുടെ ഇമേജുമായി ബ്ലെൻഡായി പോയിക്കോളും. അപ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും നമ്മളുടെ ഈ ഒരു മാസ്ക് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇനി ചെയ്യുന്നത് ഈ ഒരു പിക്ചർ ലെയർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഫിൽറ്ററിൽ വരികയാണ്. ഫിൽറ്ററിൽ നിന്ന് ബ്ലറിൽ സർഫസ് ബ്ലർ ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പിക്ചറിനെ സോഫ്റ്റ് ആക്കാൻ പോകുന്നത്. ഞാൻ ഇതുപോലെ ഇവിടെ റേഡിയസ് ആഡ് ചെയ്യാണ്. അതുപോലെ നമുക്കിവിടെ ഇതിൻ്റെ ത്രെഷോൾഡും ഇതുപോലെ കൂട്ടി കൊടുക്കാം. ഈ ഒരു വാല്യൂസ് നമുക്ക് നമ്മളുടെ ഇമേജിനനുസരിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. നമ്മളുടെ ഇമേജിൻ്റെ റെസൊല്യൂഷൻ അനുസരിച്ച് നമുക്കിവിടെ ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ വാല്യൂ കൊടുക്കുന്നു, ഓക്കെ പ്രസ് ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ആ ഒരു ലെയറിൽ നമുക്ക് ഇതുപോലെ കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ഹെയറിൻ്റെ ഭാഗമൊക്കെ നമുക്ക് ഒന്നുകൂടെ മാസ്കിങ് യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ എഡ്ജസൊക്കെ നമുക്ക് ഷാർപ്പായിരിക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയ ഒക്കെ ഇതുപോലെ മാസ്കിങ് ചെയ്യാം. നമുക്ക് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഡോട്ട്സിനൊക്കെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാം. സ്പോട്ട് ഹീലിംഗ് ബ്രഷ് എടുക്കുന്നു. ഇവിടെ കണ്ടന്റ് അവെയർ ആക്റ്റീവ് ആണ്. ഇനി നമ്മളുടെ ഈ ഒരു ബ്രഷിൻ്റെ സൈസ് ഈ ഒരു ഡോട്ട്സിൻ്റെ സൈസിനെക്കാട്ടി ചെറുതായി ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ബ്രഷ് സൈസ് ഇൻക്രീസ് ചെയ്യാനായി എൻഡ് ബ്രാക്കറ്റ് യൂസ് ചെയ്യാം. നമുക്ക് ഈ ഒരു ലെയർ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഡോട്ട്സിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു ഇമേജിൻ്റെ ഓരോ ഭാഗത്തെ ഈ ഡോട്ട്സിനനുസരിച്ച് നമുക്ക് ഈ ഒരു ബ്രഷിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്കിത് ഈസിയായി റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം സൂം ചെയ്തുകൊണ്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റായി നമുക്കിത് ലഭിക്കുന്നതാണ്. ഇതുപോലെ ഈസിയായി നമുക്ക് ഈ ഒരു ഡോട്ട്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ സാധിക്കും. മാക്സിമം നമുക്ക് ഇതുപോലെ ഈ ഒരു ഡോട്ട്സിനെ റിമൂവ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ ഒരു ഡോട്ട്സ് ഒക്കെ റിമൂവ് ആയിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഈ ഒരു ലെയർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു പിക്ചറിനെ ബാലൻസിങ് ചെയ്യാനായി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗ്രെയിൻസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനായി ഞാൻ ഈ ഒരു പിക്ചർ ലെയർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഫിൽറ്ററിൽ വന്ന് നോയ്സിൽ നമുക്ക് ആഡ് നോയ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഗ്രെയിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യാണ്. ഈ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ഗോസിൻ സെലക്ട് ചെയ്യുക. ഈ ഒരു മോണോക്രോമാറ്റിക് എന്ന ഈ ഒരു ടിക്ക് ഓൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ വാല്യൂ കൊടുക്കുക. ഇതിൽ ആവശ്യമുള്ള ലെവലിൽ നമുക്ക് ഇതിലേക്ക് ഈ ഒരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജ് ഇതിലേക്ക് ബ്ലെൻഡ് ആയതായി കാണാൻ സാധിക്കും. ഇനി നമുക്കൊരു ലെയർ ക്രിയേറ്റ് ചെയ്ത ശേഷം ഷിഫ്റ്റ് കൺട്രോൾ ഓൾട്ട് ഇ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ചെയ്ത ഒരു ചേഞ്ചസ് എല്ലാം നമുക്കൊരു പുതിയ ലെയറിലേക്ക് ആഡ് ആവുന്നതാണ്. നമുക്ക് ഈ ഒരു ലിപ്സിന്റെ ഭാഗമൊക്കെ നമുക്കിതുപോലെ ബ്ലർ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ചെറുതായി ബ്ലർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പിക്ചറിന്റെ കളർ ടോൺ അഡ്ജസ്റ്റ് ചെയ്യാനായി നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലെവൽസ് എടുക്കാം. ലെവൽസിൽ നമുക്കിവിടെ ഓട്ടോ കാണാം. ഇതിൽ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഓട്ടോ കളർ കറക്ഷൻ ഓപ്പൺ ആവുന്നതാണ്. ഈ ഒരു കളർ കറക്ഷനിൽ നമുക്ക് ഫൈൻഡ് ഡാർക്ക് ആൻഡ് ലൈറ്റ് കളേഴ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്കിത് സെലക്ട് ചെയ്യാം. നമുക്കിതുപോലെ റിസൾട്ട് ഇവിടെ കിട്ടിയിരിക്കുകയാണ്. ഞാൻ ഓക്കെ പ്രസ് ചെയ്യുന്നു. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഇതുപോലെ ഫോട്ടോസ് ഈസി ആയി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്ക് ഈ ഒരു ഇമേജിന്റെ എക്സ്പോഷർ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായി ഈ ഒരു ലെയർ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഫിൽറ്ററിൽ നിന്ന് ക്യാമറ റോ ഫിൽറ്റർ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഷിഫ്റ്റ് കൺട്രോൾ എ ആണ് ഇതിന്റെ ഷോർട്ട് കീ വരുന്നത്. നമുക്ക് ഈ ഒരു വിൻഡോ ഓപ്പൺ ആവുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ് തുടങ്ങിയ നമുക്ക് ഇവിടെ നിന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ഇതിന്റെ ഷാഡോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇവിടെ നിന്ന് എക്സ്പോഷർ വാല്യൂ നമുക്ക് ഇൻക്രീസ് ചെയ്യാം, കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഈ ഒരു ക്ലാരിറ്റി നമുക്ക് ഇവിടെ ഇതുപോലെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഇമേജിന്റെ ഡെപ്ത് കൂട്ടാനും നമുക്ക് സാധിക്കുന്നതാണ്. ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇതുപോലെ നമുക്ക് ഈ ഒരു ഇമേജസിനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഞാൻ ഈ ഒരു ലെസണിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് താഴെയുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.